അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്കെല്ലാവർക്കും നമ്മളെ മക്കളെക്കുറിച്ചാണെങ്കിലും നമ്മുടെ ജീവിതത്തെക്കുറിച്ചായാലും ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടാകും. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ 99 നാമങ്ങളായ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മിനെ കുറിച്ചാണ്. അള്ളാഹുവിൻ്റെ 99 നാമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ നമ്മുടെ ആവശ്യങ്ങൾ പെട്ടെന്ന് തന്നെ നിറവേറിക്കിട്ടാൻ നമുക്ക് ചൊല്ലാവുന്നതുമായ ഒരു ചെറിയ ഇസ്മിനെ കുറിച്ചാണ്. ഈ ഇസ്മ ചൊല്ലിയിട്ട് അതിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഈ ഇസ്മിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അല്ലാഹു തആലക്ക് 99 നാമങ്ങളുണ്ട്. അതിനെയാണ് അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാവും. അപ്പം നിങ്ങൾ എന്ത് പ്രാർത്ഥിക്കുകയാണെങ്കിലും അള്ളാഹുവിൻ്റെ 99 നാമങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ ഏതെങ്കിലും ഒരു നാമം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ നോക്കുക. അങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ദുആക്ക് ഉത്തരമുണ്ട്. ഇത് വെറുതെ പറയുന്നതല്ല, അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും വിഷമമുണ്ടായിട്ടുള്ള ഒരു കാര്യം നടന്ന സമയത്ത് ഞാൻ പതിവാക്കിയ ഒരു ഇസ്മിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പറയുന്നത്. യാ ബാക്കി യാ അല്ലാ, യാ ബാക്കി യാ അല്ലാ. ഈ ഒരു ഇസ്മിൻ്റെ അർത്ഥം എന്നെന്നും നിലനിൽക്കുന്നവൻ എന്നാണ്. ഈ ഒരു ഇസ്മ 100 പ്രാവശ്യം നിങ്ങൾ ചൊല്ലുക. ഒരു നിശ്ചിത സമയത്ത് അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിലെ യാ ബാക്കി യാ അല്ലാ എന്ന ഇസ്മ അത് ചൊല്ലേണ്ട സമയമെന്ന് പറയുന്നത് എല്ലാ നിസ്കാര ശേഷവും 100 തവണ ചൊല്ലുക. നമ്മളെല്ലാവരും നിസ്കാര ശേഷം ഒരുപാട് ദിക്റുകളും ദുആകളും ചൊല്ലുന്നവരാണ്. അതിൻ്റെ കൂട്ടത്തിൽ 100 തവണ ഈ ഇസ്മ പതിവാക്കുക. ഈ ഒരു ഇസ്മ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അതിൻ്റെ അർത്ഥം ചിന്തിച്ചുകൊണ്ട് നമ്മൾ ആത്മവിശ്വാസത്തോടു കൂടി ചൊല്ലുകയാണെങ്കിൽ നമ്മളെ കാര്യങ്ങൾ ഉറപ്പായിട്ടും റാഹത്തായി കിട്ടും. നമ്മൾ വിചാരിക്കും ഈ ഒരു ഇസ്മ 100 വട്ടം ചൊല്ലിയിട്ട് നമ്മളെ കാര്യം റെഡിയാവുമോ എന്നൊക്കെ. അതൊരിക്കലും ശരിയല്ല. നമ്മൾ എന്തുദ്ദേശിച്ചാണോ ചൊല്ലിയത് അതിൻ്റെ ആത്മാർത്ഥതക്കനുസരിച്ച് ഉറപ്പായിട്ടും നമ്മളെ കാര്യങ്ങൾ റാഹത്താവും. നമ്മളിൽ പലരും നമുക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോഴത്തേക്ക് നമ്മൾ അയൽവാസികളോടോ അല്ലെങ്കിൽ ഒരുപാട് പേര് സഹോദരിമാരുണ്ടെങ്കിൽ അവർക്ക് വിളിക്കുക, അല്ലെങ്കിൽ നമ്മളെ കൂട്ടുകാരികൾക്ക് വിളിക്കുക, അല്ലെങ്കിൽ ഉമ്മാനെ വിളിച്ച് പറയുക, ഉപ്പാനെ വിളിച്ച് പറയുക. ഇങ്ങനെ ചെറിയ കാര്യം കൊണ്ടായിക്കോട്ടെ അല്ലെങ്കിൽ വലിയ കാര്യം കൊണ്ട് തന്നെ ആയിക്കോട്ടെ വിഷമിച്ചിരിക്കുന്ന ഒരുപാട് പേര് നമുക്കിടയിൽ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വിഷമങ്ങൾ ഉള്ളിലൊതുക്കിയിട്ട് നീറി ജീവിക്കുന്ന ഒരുപാട് ഉമ്മമാരെ അല്ലെങ്കിൽ സഹോദരിമാരെ നമുക്കറിയാം. നമ്മുടെ കമൻറ്റ് ബോക്സ് തന്നെ എടുത്ത് നോക്കിയാൽ അറിയാം ഒരുപാട് പേര് പല രീതിയിലുള്ള വിഷമങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അങ്ങനെ ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു ഇസ്മിനെ നിയത്ത് ചെയ്ത് ചൊല്ലുക. 100 തവണ എല്ലാ നിസ്കാര ശേഷവും ചൊല്ലുക. എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് കേണപേക്ഷിച്ചാൽ നിങ്ങളെ കാര്യങ്ങൾ നടക്കാത്തതായി ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും, ഉറപ്പാണത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളെ നിസ്കാര ശേഷം ആ ഇരിപ്പിൽ തന്നെ ഇരുന്ന് കൊണ്ടാണ് നിങ്ങളിത് ചൊല്ലേണ്ടത്. മറ്റ് സംസാരങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്കോ വേണ്ടിയിട്ട് എണീറ്റ് പോവാതെ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ കൊടുത്ത് വളരെ വ്യക്തമായി 100 തവണ ചൊല്ലുക. അതിൻ്റെ അർത്ഥം നിങ്ങളെ മനസ്സിൽ കരുതുക. നിങ്ങൾക്ക് എന്തൊരു സങ്കടം വരികയാണെങ്കിലും പ്രയാസങ്ങൾ വരികയാണെങ്കിലും നിങ്ങൾ അള്ളാഹുവിനെ വിളിച്ചോളി, നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചോളി. നിങ്ങൾക്ക് അതിന് മാത്രമാണ് ഉത്തരം കിട്ടാൻ പോകുന്നത്. നമ്മളെ സഹോദരിമാരെ വിളിച്ച് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റാരോട് വിളിച്ച് പറഞ്ഞിട്ടോ നമ്മളെ വിഷമങ്ങൾ തീരാൻ പോകുന്നില്ല. അപ്പം നിങ്ങൾ ആ ഒരു സമയത്ത് അള്ളാഹുവിനെ വിളിച്ച് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്തോളി. അള്ളാഹു പറഞ്ഞിട്ടുള്ളത് നമ്മൾ ചോദിച്ചാൽ ഉത്തരമുണ്ട് എന്നാണ്. അപ്പം നമ്മൾ ആ ഒരു വിശ്വാസത്തോടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് തവക്കുൽ ചെയ്ത് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അതുപോലെ തന്നെ കഴിയുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് എന്നും നിങ്ങൾ ഈ ഇസ്മിനെ മുറുകെ പിടിക്കുക. ദിവസവും 100 തവണയെങ്കിലും, ചുരുങ്ങിയത് 100 തവണയെങ്കിലും ചൊല്ലാൻ വേണ്ടിയിട്ട് നോക്കുക. ഏത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് അസ്മാഉൽ ഹുസ്ന ഉത്തരം തരുന്നതാണ്. അള്ളാഹുവിൻ്റെ നാമം മനസ്സറിഞ്ഞ് വിളിച്ചാൽ അള്ളാഹു ആ വിളിക്ക് ഉത്തരം തരും. യാ ബാക്കി യാ അല്ലാ എന്നുള്ള ഇസ്മ ചൊല്ലാൻ വളരെ കുറഞ്ഞ സമയം മതി. എല്ലാ നിസ്കാര ശേഷവും 100 തവണ ചൊല്ലാൻ വെറും 3-4 മിനിറ്റ് മാത്രമാണ് ചിലവാകുന്നത്. ഇൻഷാ അല്ലാ നിങ്ങൾ ഹലാലായ ഏത് ഉദ്ദേശം വെച്ചാണോ ഈ ഇസ്മ ചൊല്ലുന്നത് ആ ഒരു ഉദ്ദേശം അല്ലാഹു തആല എത്രയും പെട്ടെന്ന് നടത്തി തരട്ടെ. അതുപോലെ തന്നെ നിങ്ങളുടെ ദുആകളിൽ എന്നെയും ഉൾപ്പെടുത്തുക. നമ്മുടെ ചാനലിൽ നിത്യജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച്, ഇസ്മുകളെക്കുറിച്ചും ദുആകളെക്കുറിച്ചുമാണ് പറയാറുള്ളത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഉപകരിക്കുന്ന മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഉപകരിക്കുന്ന എല്ലാവരിലേക്കും എത്താൻ വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക. അസ്സലാമു അലൈക്കും.